Hi friends, it's me Shabin. Welcome to our another video. ഇന്നത്തെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത്, മൊബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, കോർഡിനേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഹഡിൽ ഡ്രിൽസുകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകളാണ്, ഡ്രിൽസുകളാണ് ഒരു റണ്ണറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അത്ലീറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 5ഓളം ഹഡിൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മുതൽ 8, 10 ഹഡിൽസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ എക്സസൈസുകൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ റണ്ണിങ് സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ 10 മുതൽ 15ഓളം എക്സസൈസുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എക്സസൈസുകളാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സസൈസിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ, നിങ്ങൾ നീ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നു, ദെൻ ഓപ്പോസിറ്റ് കാല് എടുക്കുന്നു, ദെൻ ലെഫ്റ്റിലേക്ക് വീണ്ടും ലീഡ് ചെയ്യുന്നു, ദെൻ ഓപ്പോസിറ്റ് കാല് എടുക്കുന്നു. ഓക്കെ, ഈ ഒരു എക്സസൈസ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന് ഡോഴ്സി ഫ്ലെക്ഷൻ, അതായത് നമ്മൾ നീ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കാലിൽ ടോ നോക്കുക, ടോ മുകളിലേക്ക് പോയത് ഡോഴ്സി ഫ്ലെക്ഷൻ ആക്ഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം ഓപ്പോസിറ്റ് കാലിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നീ ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ നീ ആയിരിക്കണം. ഇപ്പോൾ ഈ ഒരു കാല് ചെയ്ത് കാണിക്കാം. ഈ കാല് നമ്മൾ എടുത്തു, അതിനുശേഷം നമ്മളുടെ നീ കണ്ട മുകളിലായിരിക്കും, ടോ അടിയിലായിരിക്കും, ദെൻ ഡൗൺ. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ കാല് ഇങ്ങനെ എടുത്തിട്ട് നേരെ അടിയിലേക്ക് എടുക്കും, ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ നോക്കും. ഇങ്ങനെ ലാൻഡ് ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ ഈ കാലൂടെ വെച്ചു, ദെൻ ഇതുപോലെ നീ അപ്പ് ചെയ്തിരിക്കും, ടോ കമ്പാരിറ്റീവ്ലി താഴെയാണ്, ദെൻ ഡൗൺ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ലീഡ് ചെയ്തു, ദെൻ ഡൗൺ, യെസ് ഡൗൺ. ഒരിക്കലും നമ്മളിങ്ങനെ എടുത്തിട്ട് കാലം ഇങ്ങനെ വെച്ച് പോകരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സസൈസ് 2 കാലും മാറി മാറി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സസൈസ് നമുക്ക് ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൾ നേരെ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ ഒരു മെഡ് ബോൾ ഉണ്ടെങ്കിൽ മെഡ് ബോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈകൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം സ്ട്രൈറ്റ് ചെയ്തു, ദെൻ നെക്സ്റ്റ് കാൽ എടുക്കുന്നു, ദെൻ ഓപ്പോസിറ്റ് കാൽ ലിഫ്റ്റ് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് കാൽ എടുക്കുന്നു, ദെൻ ഓപ്പോസിറ്റ് കാല്, നെക്സ്റ്റ് കാല്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ലെഫ്റ്റിക്ക് റൈറ്റിക്ക് ആയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തരുത്. ബോഡി സ്ട്രൈറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് നമ്മൾ നിർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്നിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്തത്. ഇതേ സെയിം തന്നെ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അതായത് ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ വളരെ ഈസി ആയിട്ട് നടന്നുകൊണ്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് എക്സസൈസ് ഇതുപോലെ സൈഡായിട്ട് നിൽക്കുക, അതിനുശേഷം ഓരോ കാലും മാറി മാറി ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാലിലെ ടോ മുകളിലേക്ക് ഡോഴ്സി ഫ്ലെക്ഷൻ ആയിരിക്കണം. അതായത് ഇങ്ങനെ ആവരുത്, കാലുകൾ ഇങ്ങനെ എടുക്കരുത്, കാലുകളുടെ ടോ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ജസ്റ്റ് ഹൈനി ആക്ഷൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഹൈനി എക്സസൈസ് ചെയ്യാറുണ്ടല്ലോ, അതേ സെയിം രീതി തന്നെയാണ് ഹൈനി നമ്മൾ ചെയ്യുന്നത് പോലെ ലാറ്ററൽ സൈഡിലാണ് ചെയ്യുന്നത്. ഒരു കാലം നേരെ ലിഫ്റ്റ് ചെയ്തു, ദെൻ ഡൗൺ. ഒപ്പം കൈകളും കൂടി കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് നേരെ ഈ സൈഡിലേക്കും സെയിം എക്സസൈസ് റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ എല്ലാം നമ്മുടെ ഹിപ്പിൻ്റെ മൊബിലിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ല എക്സസൈസുകളാണ്. ഇപ്പോൾ ഇതേ ചെയ്ത എക്സസൈസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം, നമ്മൾ നോർമലി ഹൈനി ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, ഒപ്പം നമ്മുടെ കൈകൾ കൂടി കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാം. തുടക്കത്തിൽ ചിലപ്പോൾ നമ്മുടെ കൈകൾ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൈകൾ നമ്മളെ ഹിപ്പിൽ പിടിച്ചിട്ട് ഈ രീതിയിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ആക്ഷനോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതായത് നമ്മുടെ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്ത് വരിക. ഓക്കെ, ഡൗൺ, റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുന്നു, ലെഫ്റ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈകൾ ലിഫ്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. നെക്സ്റ്റ് എക്സസൈസ്, ഫസ്റ്റ് കാല് ഇതിൽ വയ്ക്കുന്നു, ദെൻ ഓപ്പോസിറ്റ് കാല് നെക്സ്റ്റ് ഹഡിൽസിൽ വയ്ക്കുക, ദെൻ ഓരോന്ന് കവർ ചെയ്ത് കാലുകൾ എടുക്കാനായിട്ട് ശ്രമിക്കാം.
ഇപ്പോൾ ചെയ്ത സെയിം എക്സസൈസിൻ്റെ റിവേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പുറകിലേക്ക് തിരിഞ്ഞിരിക്കുക, അതിനുശേഷം ഓരോ കാല് മാറി മാറി ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 5 എക്സസൈസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ എക്സസൈസുകൾ നിങ്ങൾ മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ വേരിയേഷൻ എക്സസൈസുകളുണ്ട്, കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള എക്സസൈസുകൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഷബീൻ. ബൈ.